ആരും കാണാതെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിലെ മാർക്ക് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഉണ്ടായിരിക്കില്ല. ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ കിട്ടി തുടങ്ങുമല്ലോ എന്നുള്ളൊരു പേടിയും. കഴിഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള 2 മാസക്കാലം നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. അഗ്രസീവായിട്ട് വളരെ റിഗറസ് ആയിട്ട് പഠിക്കാനുള്ള സമയമാണ്. 70% ഓഫ് ദി ടൈം ടഫ് സബ്ജക്റ്റുകൾ. നമുക്ക് കുറച്ച് സീക്രട്ട് കോഡുകൾ കൂടെ പറയാം. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ മറ്റൊരു ഷെഡ്യൂളിലേക്ക് സ്വിച്ച് ചെയ്യാം. നിങ്ങൾ തന്നെ സെൽഫ് വാല്യൂ ചെയ്തുകൊണ്ട് ഒരു എക്സാം എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ പിറകോട്ട് പോകുന്നത്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എഴുതി പഠിക്കാം. പരീക്ഷ ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതി നോക്കാം. ഞാനൊരു സ്ട്രാറ്റജി പറയാം. അങ്ങനെ നീണ്ട ഒരു വെക്കേഷന് ശേഷം ഇന്ന് സ്കൂളുകൾ തുറന്നു. നല്ല മടി പിടിച്ചായിരിക്കും പലരും സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുക. 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനുണ്ടാവുക. ഒന്ന്, 10-12 ദിവസം അടുപ്പിച്ചുള്ള ഒരു വെക്കേഷൻ. ഒരുപാട് വിരുന്നുകൾ പോയിട്ടുണ്ടാവും, ട്രിപ്പുകൾ പോയിട്ടുണ്ടാവും, നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി വീണ്ടും ഒരു സ്കൂൾ ഡേയ്സിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു മടി. 2ാമത്തെ കാരണം ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ കിട്ടി തുടങ്ങുമല്ലോ എന്നുള്ളൊരു പേടിയും. ഈ 2 പേടിയും മടിയും ഒരുമിച്ച് ചേർന്നുള്ള ഒരു മിക്സ് ഓഫ് ദി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പലർക്കും ഉണ്ടായിരിക്കുക, അല്ലെ? എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു, ഇനിയുള്ള 2 മാസക്കാലം നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. 2 മാസം എന്ന് പറയുമ്പോൾ ജനുവരിയും ഫെബ്രുവരിയും. ഫെബ്രുവരിയിൽ ആനുവൽ എക്സാമിനേഷന് മുന്നേയുള്ള മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ സ്റ്റഡി ലീവുകളൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകാർക്കും +1 +2കാർക്കും ഒക്കെ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ഇനി വളരെ വളരെ ഗോൾഡൻ പീരിയഡ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കുട്ടികൾ പ്രവേശിക്കുന്നത്. 10ാം ക്ലാസ്സുകാർ മാത്രമല്ല, ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും ആനുവൽ പരീക്ഷ അടുപ്പിക്കാനുള്ള ഒരു സമയമാണ്. സോ ഇനി നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ആനുവൽ എക്സാമിനേഷന് ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇന്ന് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന്റെ കേസിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് മാത്തമാറ്റിക്സ്. സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. നമ്മൾ എത്രയൊക്കെ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിലെ മാർക്ക് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും. നമ്മൾ ഒരുപക്ഷെ കരയും. നമ്മൾ വീട്ടിലെത്തിയിട്ട് ആരും കാണാതെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. നമ്മൾ എടുത്തതിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവും. ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഇത്രേ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ, A+ എനിക്ക് എത്താൻ കഴിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, എനിക്കിനി ട്രൈ ചെയ്യാനൊരു ലിമിറ്റ് ഇല്ല എന്നൊക്കെ സങ്കടപ്പെട്ടുന്ന ആളുകൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇത് ക്രിസ്മസ് പരീക്ഷ മാത്രമാണ്. നിങ്ങളുടെ അടുത്ത അല്ലെങ്കിൽ ഒരു +1 അല്ലെങ്കിൽ +2 ഇനി +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു പരിഗണിക്കാവുന്ന സ്കോർ എന്ന് പറയുന്നത് ആനുവൽ എക്സാമിനേഷന്റെ മാർക്കാണ്. അപ്പൊ അതിന് ഇനിയും 2 മാസം സമയമുണ്ട്. നമുക്ക് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് വളരെ പ്രശ്നമായിരിക്കും. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ ആണിത്. നിർബന്ധമായിട്ടും നമ്മൾ ഇനിയുള്ള 2 മാസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. ബാക്കി നമ്മൾ ഇട്ടതിൻ്റെ ഒരു ഇൻപുട്ട്, നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമ്മുടെ മാർക്കിലും നമ്മുടെ റിസൾട്ടിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു അക്കാഡമിക്സ് പീരീഡിലേക്ക്, ഇനിയുള്ള 2 മാസത്തെ അക്കാഡമിക്സിൽ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതിനുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. നിങ്ങൾ കുറേ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ അച്ചീവ് ഓൺ യുവർ ഗോൾ. ഓക്കെ, അപ്പോൾ ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് പലർക്കും പല രൂപത്തിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. ചില കുട്ടികൾ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാവും. അവർ ഒരുപക്ഷെ കൂടുതൽ സമയം ഇരുന്ന് വായിക്കൊന്നുണ്ടാവില്ല. നമ്മളൊരു പക്ഷേ 2 മണിക്കൂറായിരിക്കും ഡെയിലി പഠിക്കുന്നുണ്ടാവുക. അവരൊരു പക്ഷേ അരമണിക്കൂറോ 1/4 മണിക്കൂറോ ആയിരിക്കും ഡെയിലി വീട്ടിലെത്തിരി വർക്ക്ഔട്ട് ചെയ്യുക. പക്ഷെ ക്ലാസ് റൂമിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴൊക്കെ അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എളുപ്പത്തിൽ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. നമുക്കൊരു പക്ഷേ കുറേ അധികം സമയം വേണ്ടി വരും.
നമ്മളൊരു പക്ഷേ തീരെ മാർക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നല്ല മാർക്ക് ഉണ്ടാകും. ഇതൊക്കെ ക്ലാസ് റൂമുകളിൽ സംഭവിക്കാനിരിക്കുന്ന ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ച സംഭവിക്കാനുള്ള സംഗതികളാണ്. നമുക്കൊരു പക്ഷേ നമുക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സബ്ജക്റ്റിന് തീരെ മാർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആകുമെന്നൊക്കെ വിചാരിച്ച അല്ലെങ്കിൽ A+ കിട്ടില്ല എന്ന് വിചാരിച്ച സബ്ജക്റ്റിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ എനിവേ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നല്ല മാർക്ക് കിട്ടുന്ന എപ്പോഴും ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാ ക്ലാസ് റൂമിലും ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ സ്കൂളിലും ഉണ്ടാവും. അവർക്ക് എല്ലാ സബ്ജക്റ്റിലും എല്ലാ പരീക്ഷയിലും ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന ആളുകളായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ അവർ ചിലപ്പോൾ വലിയ എഫേർട്ട് ഒന്നും ഇടുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും. പെട്ടെന്ന് കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ഒരു പക്ഷെ അവർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് മാർക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഡെസ്പ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ മാർക്ക് ഇനിയും അടുത്തൊരു എക്സാമിന് എങ്ങനെ നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കണം നമ്മളെപ്പോഴും. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മാർക്ക് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്തൊരു എക്സാമിനും ഇതേ സ്കോർ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ വീഡിയോ കാണുന്നതിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും A+ ഒക്കെ കിട്ടുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അടുത്തൊരു എക്സാമിന് ഒരു പക്ഷേ ഇതിനേക്കാളും ഹയർ ലെവൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസും അതിനുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇനിയുള്ള 2 മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇനി മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടും, നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്സിന് ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞാല് അവരെ കളിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അയ്യേ ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, ഈ കുറേ ഇരുന്ന് പഠിച്ചിരുന്നല്ലോ, എന്നെക്കാളൊക്കെ രാത്രി ഉറച്ചിരുന്ന് പഠിച്ചിരുന്നല്ലോ, എന്നിട്ട് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാർക്കില്ല എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവം ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ്സിൽ മിക്സ് ഓഫ് സ്റ്റുഡൻസ് ആണ്. നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പെട്ടെന്ന് കോൺസെപ്റ്റ് ഗ്രാസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ഒരുപാട് സമയം എടുത്ത് കൊണ്ട് മാത്രം ഒരു കോൺസെപ്റ്റ് തലയിൽ കയറ്റാൻ പറ്റുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. ബിലോ ആവറേജ് കുട്ടികളുണ്ടാവും, ആവറേജ് ലെവലിലുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിൽ ഇത്തരത്തിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കുട്ടികളുണ്ടാവും. നമുക്ക് നല്ല മാർക്ക് ഉണ്ട് എങ്കിൽ മറ്റുള്ളവന് മാർക്ക് ഇല്ല എങ്കിൽ അവനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവൻ ഏത് സബ്ജക്റ്റിലാണ്, ഏത് ക്വസ്റ്റ്യനിലാണ് വീക്കായി പോയത്, അവൻ എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു പക്ഷേ അവൻ്റെ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ അറിയുന്നതിനേക്കാളും നമുക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അവൻ എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്കത് പറഞ്ഞു കൊടുക്കാം, അല്ലേ? ആ രൂപത്തിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഈ ഒരു ട്രാക്കിലേക്ക് പിടിച്ചു കയറ്റാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇനി മറ്റൊരു സംഗതി, മറ്റൊരു കൂട്ടരുള്ളത് വളരെ സാഡായിട്ട് കഴിഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റിനേക്കാൾ അപ്പുറത്തുള്ള ബിയോണ്ട് ദിസ് ലിമിറ്റ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്, ആനുവൽ എക്സാമിനേഷൻ ഞാൻ ഫെയിലായി പോകും, എനിക്ക് A+ എന്തായാലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ വീഡിയോ കാണുന്നവരുണ്ടാവും, അല്ലേ? എനിക്കറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. സോ ഇത് നിങ്ങളുടെ എൻഡ് ഒന്നും അല്ല. നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ എക്സാമിനേഷൻ വരുന്നേ ഉള്ളൂ. അതിന് മുന്നേയുള്ള ഒരു ക്രിസ്മസ് എക്സാം, ഒരു ഹാഫ് ഇയർലി എക്സാമിനേഷന് നിങ്ങൾക്ക് എന്ത് സ്കോർ കിട്ടുന്നു എന്നുള്ളത് അതൊരു സെൽഫ് വാല്യുവേഷൻ ആണ്. നമുക്ക് ഇതുവരെ പഠിച്ചതിൽ അല്ലെങ്കിൽ ഇതുവരെ പെർഫോം ചെയ്തതിൽ നമുക്ക് എത്ര സ്കോർ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സെൽഫ് വാല്യുവേഷൻ ടെസ്റ്റ് മാത്രമാണ്. ഇനിയുള്ള 2 മാസം നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വിചാരിച്ച ഒരു സക്സസ്സിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ സാഡായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇനിയും സമയമുണ്ട് എന്നർത്ഥം. സമയം ഒരുപാട് സമയമില്ല, 2 മാസം സമയം. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും എത്താൻ കഴിയും. മറ്റൊരു കൂട്ടരുള്ളത് അവരുടെ ഉള്ളിൽ വളരെ സാഡായിട്ടായിരിക്കും ഉണ്ടാവുക, മാർക്ക് കുറഞ്ഞതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷെ പുറമെ അതൊന്നും കാണിക്കില്ല. നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും, അത് പുറമെ അതൊന്നും കാണിക്കില്ല, ഉള്ളിൽ അവർക്ക് സങ്കടം ഉണ്ടാവും, ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തു. ഇനി എഫേർട്ട് ഇടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല, മാർക്കല്ലേ, അതിപ്പോൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലൊക്കെ ആ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തിനാ പത്രത്തോനെ പഠിച്ചിട്ട് എന്നൊക്കെ വിചാരിച്ച് ഒരു പുച്ഛത്തോട് കൂടിയിട്ട് നെവർ മൈൻഡ് ആക്കി വിടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാഡ് ആയിരിക്കാം, നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാം, പക്ഷേ കൂടുതൽ സമയം ഡിപ്രസ്ഡ് ആയിട്ടോ സാഡായിട്ടോ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അടുത്ത സമയങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിലുണ്ടാവും, ഒരുപാട് ടൈപ്പ് ഓഫ് സ്വഭാവക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അവരൊരു പക്ഷേ നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ
നമ്മളതൊന്നും മൈൻഡ് ആക്കേണ്ടതില്ല. നമുക്ക് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ മാർക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിലും, മാർക്ക് കൂടുതലാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത എക്സാമിന് എനിക്ക് ഇതേ മാർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസ് ആവാൻ പറ്റില്ല. നമുക്ക് ഒരു പക്ഷേ അടുത്ത എക്സാമിന് നമ്മൾ വിചാരിച്ചത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. സോ നമ്മൾ എപ്പോഴും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് ഷാർപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രോബ്ലംസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ A+ കിട്ടി, അടുത്ത എക്സാമിന് എന്തായാലും A+ കിട്ടും, പിന്നെ പഠിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല റിസൾട്ട് വരിക. ഇനി സാഡ് ആയിട്ട് ഇരിക്കേണ്ട ആളുകൾ ഒരു കാരണവശാലും അങ്ങനെ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾക്കുള്ള സമയം ഇനിയുണ്ട്. ഇനിയുള്ള സമയത്തിൽ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് പ്ലാനുകൾ ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത സ്വഭാവക്കാരുണ്ട്. വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ഫ്രണ്ട്സിനോട് നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് എങ്ങനെ സേഫ് ആക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിന്റെ കേസിൽ നമുക്ക് A+ പോയി, മേ ബി 1 മാർക്കിനായിരിക്കും A+ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ B+ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ A ഗ്രേഡ് പോയിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറവായത്, ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് എങ്ങനെ മാർക്ക് പോയി, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ എന്തുകൊണ്ടാണ് ഞാൻ എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടാഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ ആദ്യം ചെയ്യണം. വേണ്ടേ? നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് പ്രശ്നം ഉണ്ടായത്. ഒരു പക്ഷേ ടൈം കിട്ടിയില്ല എന്നുള്ളതായിരിക്കും പ്രശ്നം. ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ എഴുതാൻ സമയം കിട്ടിയില്ല. വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. നമുക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, നമുക്ക് അറിയായിരുന്നു, ഉത്തരം അറിയായിരുന്നു, പക്ഷെ എക്സാമിന്റെ സമയത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടായിരിക്കുക, ഫോർഗോട്ട്, നമ്മൾ മറന്നുപോയി അല്ലേ? നമുക്ക് എല്ലാം അറിയായിരുന്നു, നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് അറിയായിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉത്തരം അറിയാമായിരുന്നു, അത് സോൾവ് ചെയ്യാൻ എക്സാം ഹാളിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ മറന്നുപോയി, ചെയ്യാൻ കഴിഞ്ഞില്ല, ഉത്തരത്തിലേക്ക് കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്ത് വരാൻ കഴിഞ്ഞില്ല, ഇക്വേഷൻ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് കോൺസെപ്റ്റ് എന്നുള്ളത് മറന്നുപോയി. നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല, മറന്നുപോയതാണ്. മറ്റൊന്നുള്ളത് അൺനോൺ, ആ ചോദ്യം ഏത് പാഠത്തിൽ നിന്നാണെന്ന് പോലും അറിയില്ല. ഇതിൽ ഈ മൂന്നാമത്തെ കേസ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ആദ്യത്തെ രണ്ടെണ്ണം കുഴപ്പമില്ല, നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറന്നു പോയതാണ്, ഈ പെർട്ടിക്കുലർ പ്രോബ്ലം മറന്നുപോയത്, അല്ലെങ്കിൽ സൊല്യൂഷൻ മറന്നുപോയത്, ഇക്വേഷൻ മറന്നുപോയത്, ഒന്നും കുഴപ്പമില്ല. മൂന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഏത് പാഠഭാഗത്തു നിന്നാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് ഏരിയയിൽ നിന്നാണെന്ന് പോലും നമുക്കറിയില്ല എങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. റൈറ്റ്? അപ്പൊ ഈ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് മാത്രമൊന്നുമല്ല, ഇത് കൂടാതെയും ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ട്. അപ്പൊ എവിടെയാണ് നമുക്ക് പ്രോബ്ലം പറ്റിയത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ടൈമാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. ഫോർഗോട്ട്, ഉത്തരം മറന്നു പോകുന്നതാണ് പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് കോൺസെപ്റ്റ് മറന്നു പോകാതിരിക്കാൻ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടത്, അടുത്ത എക്സാം നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കണം. മൂന്നാമത്തെ കേസ്, നമുക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ് അറിയാത്തതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻസും കാര്യങ്ങളും നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എവിടെയാണോ നമ്മൾ വീണുപോയത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്ലാനുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഞാനൊരു സ്ട്രാറ്റജി പറയാം. അപ്പൊ ഇനിയുള്ള 2 മാസം എന്നുള്ളത് നമുക്ക് അഗ്രസീവായിട്ട് വളരെ റിഗറസ് ആയിട്ട് പഠിക്കാനുള്ള സമയമാണ്. നമ്മളൊരു അറ്റാക്ക് മോഡിലൊക്കെ നമ്മുടെ അക്കാഡമിക്സിനെ കാണേണ്ട സമയമാണ്. എന്ത് കാരണവശാലും നമ്മൾ വിജയിക്കും, നമുക്ക് A+ കിട്ടും, മിഷൻ A+ എന്നുള്ള ഒരു ഗോളിലൊക്കെ നമുക്ക് ചുമരിലൊക്കെ ഒട്ടിച്ചു വെക്കാം. നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടിലൊക്കെ മിഷൻ A+, എനിക്ക് എന്തായാലും A+ കിട്ടും. 10ാം ക്ലാസ്സുകാരാണെങ്കിൽ എനിക്ക് ഫുൾ A+ എന്തായാലും കിട്ടും. CBSE കുട്ടികളാണെങ്കിൽ ഫുൾ A1 ഞാൻ ഉറപ്പായും നേടിയിരിക്കും എന്നുള്ള രൂപത്തിൽ നമുക്കൊരു ഗോളൊക്കെ സെറ്റ് ചെയ്യാം. നിരന്തരം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഗോളിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും സ്വാഭാവികമായിട്ടും. സോ ഇനിയുള്ള ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് 70-30 സ്ട്രാറ്റജി എന്നുള്ളത്. എന്താണ് 70-30 സ്ട്രാറ്റജി എന്നുള്ളത് നോക്കാം. ഒന്ന്, 70% ഓഫ് ദി ടൈം ടഫ് സബ്ജക്റ്റുകൾ. അതായത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരേ സബ്ജക്റ്റിലായിരിക്കുക ടഫ് ആയിരിക്കുക. ചില ആളുകൾക്ക് മാത്സ് വളരെ ഇഷ്ടമായിരിക്കും, ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിരിക്കും കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും. അപ്പൊ ഏതിലാണോ നമുക്ക് ടഫ് ആണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ അത് കുറച്ചധികം സമയം എടുത്തുകൊണ്ട് 70% ടൈം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യാം. ഇനി കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് സബ്ജക്ട്സ് ഒക്കെ ഒരുപാട് പേർക്ക് ഈസി ആയിരിക്കും. പക്ഷേ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷിലെ ഗ്രാമർ
ഒരുപക്ഷെ പലർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഈസി സബ്ജക്ട്സുകൾക്ക് 30% ടൈം കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എഫേർട്ട് ഇടാം എന്നുള്ളതാണ്. മാത്സ് ആണ് വില്ലനെങ്കിൽ 10 ദിവസത്തിൽ 7 ദിവസവും കണക്കിനായി മാറ്റി വെക്കാം അല്ലെ. മാത്തമാറ്റിക്സ് ആയിരിക്കും ഒരുപാട് പേർക്ക് ഈ വീഡിയോ കാണുന്നതിൽ ടഫായിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാം, കൂടുതൽ സമയം മാത്തമാറ്റിക്സിന് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണോ ടഫായിട്ടുള്ള സബ്ജക്റ്റ് അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഹോളിഡേ കിട്ടുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് ആയിട്ടുണ്ടാവും കുറച്ച് ദിവസം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ഇരുന്നുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, കൂടുതൽ റിവിഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം ഒരു മോഡലാണ്. ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് പോകാം. റൈറ്റ്. അപ്പോൾ അതെന്താ നോക്കാം. ഫേസ് 1 ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂളാണിത്. മോർണിംഗ് മാജിക്. രാവിലെ ഒരു 8 മണി മുതൽ, ഇനി കുറച്ചധികം നേരത്തെ എണീക്കാൻ കഴിയുന്ന ആളുകൾക്ക് 5 മണി മുതലോ 4 മണി മുതലോ 6 മണി മുതലോ ഒക്കെ എണീക്കാം. എത്രയും നേരത്തെ എണീറ്റ് പഠിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ 8 മണി മുതൽ ഒരു 11 മണി വരെ എന്തായിരിക്കും, നമ്മുടെ ബ്രെയിൻ നല്ല ഫുൾ ചാർജ് ആയിരിക്കുന്ന സമയമായിരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല സ്മാർട്ടായിട്ട് കുട്ടപ്പന്മാരും കുട്ടപ്പിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഏറ്റവും കടുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കുക, നമുക്ക് ടഫ് ആണെന്ന് തോന്നുന്ന സബ്ജക്ട്സ് പഠിക്കുക. നോട്ട് എഴുതാനോ ചിത്രം വരയ്ക്കാനോ നിൽക്കരുത്, ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പൊ ആൾറെഡി നിങ്ങൾക്ക് നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലാതെ പുതിയതായിട്ട് ഇനി നോട്ട് പ്രിപ്പയർ ചെയ്ത് ചിത്രം വരച്ച് അല്ലെങ്കിൽ നോട്ട് ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള സമയം ഇല്ല. നമുക്ക് റിവൈസ് ചെയ്യാനും റിവിഷൻസ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള സമയമായിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പൊ ഇനി രാവിലത്തെ സമയം നമുക്ക് എന്ത് ചെയ്യാം, ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് മാറ്റിവെക്കാം. അതുപോലെ തന്നെ ഫേസ് 2 ഉച്ചയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർനൂൺ സ്ലംബ് അല്ലെ. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉറക്കം വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് 2 മണി മുതൽ 4 മണി വരെ ഉറക്കം വരെയുള്ള സാധ്യത സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് കാണാം. എക്സാം വാല്യൂ ഫൗണ്ടേഷൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ കാണാൻ പറ്റും, റിവൈസ് ചെയ്യാം ക്ലാസ്സുകളൊക്കെ. ആക്റ്റീവ് ലേണിംഗ് ഒഴിവാക്കുക. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് നമുക്ക് റിവിഷൻ വായിച്ചുകൊണ്ടുള്ള ഒരു പഠനം ഒഴിവാക്കുക, പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ഒഴിവാക്കുക. അതിന് പകരം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ രാവിലെ നമ്മൾ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കവർ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ കാണുന്ന സമയമൊക്കെ ആക്കിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ്ങിന് ശേഷം ഈവനിങ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 മണി മുതൽ 6 മണി വരെ ഒരു ക്രിയേറ്റീവ് മോഡ് എന്നുള്ളൊരു മോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ച് പഠിക്കാം. ബയോളജിയിൽ നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ ചെറിയ കോൺസെപ്റ്റ് മാപ്പുകൾ, ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വരച്ചിട്ട്. സോഷ്യൽ സയൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇല്ലസ്ട്രേഷൻസും മാപ്പുകളൊക്കെ വരയ്ക്കാനുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യാം. ഭൂപടങ്ങൾ, മാപ്പുകൾ അടയാളപ്പെടുത്താനുള്ള വർക്കുകൾ ചെയ്യാം. ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാം. അതായത് നോട്ടുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടല്ലാതെ വളരെ ഷോർട്ട് ആയിട്ടുള്ള. അപ്പോൾ അതേ സമയത്ത് നമുക്ക് കുറെ ബൈഹാർട്ട് ചെയ്യാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സുകളും ഷോർട്ട് ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞു ഒരു 8 മണിക്ക് ശേഷം ഒരു നൈറ്റ് മോഡിൽ കൂൾ ഡൗൺ ടൈമാണ്. ലാംഗ്വേജ് പേപ്പേഴ്സ് ഒക്കെ നോക്കാൻ പറ്റുന്ന, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജസ് ഒക്കെ വായിക്കാൻ പറ്റുന്ന, റിലാക്സ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം. ആ ഷെഡ്യൂളിനനുസരിച്ച് ഇനിയുള്ള 2 മാസം നിങ്ങൾക്ക് ഫോളോ ചെയ്തു. ഇപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച 2 ദിവസം നിങ്ങളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പോയി നോക്കി. നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ മറ്റൊരു ഷെഡ്യൂളിലേക്ക് സ്വിച്ച് ചെയ്യാം. പറഞ്ഞു വരുന്നത് നമുക്ക് ഇനിയുള്ള സമയം വളരെ പരിമിതമാണ്. സമയം പാഴാക്കുന്ന രൂപത്തിൽ, വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ സമയം മുന്നോട്ട് കൊണ്ടുപോയി കൂടാ എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് സീക്രട്ട് കോഡുകൾ കൂടെ പറയാം. എന്താണ് ഒന്നാമത്തെ സീക്രട്ട് കോഡ് എന്നുള്ളത്? വെറുതെ വായിച്ച് നോക്കിയാൽ പോരാ. ഇപ്പം നമ്മൾ ഒരു കേസ് പറഞ്ഞു, നമുക്ക് എക്സാം ഹാളിലെത്തി ഉത്തരം എഴുതാൻ തുടങ്ങിയപ്പോൾ നമുക്കത് മറന്നുപോയി എന്നുള്ളൊരു സംഗതി. പല കോൺസെപ്റ്റുകളും നമുക്ക് എഴുതി പഠിച്ചാൽ കുറച്ചുകൂടെ തലയിൽ, ബ്രെയിനിൽ അത് സ്ഥിരമായിട്ട് നിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിക്കുക, ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് എക്സാം ഹാളിൽ ഇരിക്കുന്നത് പോലെ എഴുതി നോക്കുക. വളരെ നല്ല ഒരു മെത്തേഡാണ്. ഒന്നുള്ളത് വെറുതെ വായിച്ച് നോക്കിയാൽ പോരാ, എഴുതി തന്നെ പഠിക്കുക.
എഴുതി പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 2 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ 1 മണിക്കൂറിന്റെ ഒക്കെ അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഡ്രോബാക്സ് വരുന്നത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യാനോ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടാനൊക്കെ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ തന്നെ സെൽഫ് വാല്യൂ ചെയ്തുകൊണ്ട് ഒരു എക്സാം എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ പിറകോട്ട് പോകുന്നത്, എന്ത് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് വരുമ്പോഴാണ് എനിക്ക് ആൻസർ കിട്ടാതെ വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു എക്സാമിനറായിട്ട് നിങ്ങൾ എക്സാം സെറ്റ് ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കോഡ് ടീച്ചർ ടെക്നിക് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസെപ്റ്റ് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബി യുവർ ഓൺ ടീച്ചർ. നിങ്ങൾ നിങ്ങളെ തന്നെ ടീച്ചർ ആവുക. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സ്വന്തം റിഫ്ലക്ഷന് ക്ലാസ് എടുത്തു കൊടുക്കുക. കാണാതെ പഠിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ തലയിൽ കയറുന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ണാടിയിൽ പോവുക, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടീച്ചർ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ പല പല ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എഴുതി പഠിക്കാം, പരീക്ഷ ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതി നോക്കാം, നിങ്ങളെ തന്നെ നിങ്ങളുടെ ടീച്ചറായി മാറാം, നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുക. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമ്മളെ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കി നമുക്ക് കൊണ്ടുവരാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ്. നമ്മൾ ഒരുപക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരിക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പുകളൊക്കെ നമുക്ക് ഇനിയുള്ള 2-3 മാസം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം, കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്ത് വെക്കാം. ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക, ഉറക്കവും വളരെ പ്രധാനമാണ്, റെസ്റ്റും നമ്മൾ കൃത്യമായിട്ട് എടുക്കാം. സോ നമ്മൾ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു. ഇത് വളരെ സാമ്പിൾ ടിപ്സ് മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് തോന്നുന്നത്, നല്ലതായിട്ട് തോന്നുന്നത് അത് മാത്രം എടുക്കാം. നമ്മുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് January 10-11 ഡേറ്റ്സിൽ എക്സാം വൈ ലേണിംഗിന്റെ CEO അജ്മൽ സാറിന്റെ അണ്ടറിൽ എക്സാം മാസ്റ്ററി വർക്ക്ഷോപ്പ്, എക്സാം മന്ത്ര എന്നുള്ള പേരിൽ കോഴിക്കോടും കോട്ടക്കലും ഓഫ്ലൈൻ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ട്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറിനോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാൻ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുക്കാം. കാലിക്കറ്റും ഓഫ്ലൈൻ ആയിട്ടുണ്ട്. 11-ാം തീയതി കോട്ടക്കലും ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. 2 മണിക്കൂർ സെഷൻ ആയിരിക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങി 12 മണി വരെയാണ് സെഷൻ. രജിസ്ട്രേഷൻ ഫീസായിട്ട് 100 രൂപയാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ മെത്തേഡുകൾ, എങ്ങനെയോ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാർ അന്ന് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇനിയുള്ള 2 മാസം നമ്മൾ എക്സാമിന് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് പേര് നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൃത്യമായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഹാർഡ് വർക്കിങ്ങും സ്മാർട്ട് വർക്കിങ്ങും ഒരുപോലെ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം അതുപോലെ നിങ്ങൾക്കും ആകാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് കലണ്ടറിൽ നമ്മുടെ എക്സാം ഡേറ്റ് മാർക്ക് ചെയ്ത്, എക്സാം ഡേറ്റിലേക്ക് ഇത്ര ദിവസങ്ങളുണ്ട്, ഇത്ര ദിവസത്തിലേക്ക് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ദിവസം കവർ ചെയ്യും, ഏതൊക്കെയാണ് റിവിഷൻ നമ്മളെ സബ്ജക്ട്സ് കവർ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് ഓൺ യുവർ ഗോൾ. നിങ്ങൾക്കും ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 നിങ്ങൾക്ക് അടുത്ത ആനുവൽ എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവും ഇല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഫില്ല് ചെയ്യാം. 10-11 ഡേറ്റ്സിലുള്ള വർക്ക്ഷോപ്പിന് നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കാം. ഓക്കെ, താങ്ക് യു.